നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്ക് 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. 1202 പുതുവർഷ ആശംസകൾ നേരുന്നു. അവിട്ടം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. അവിട്ടത്തിന് 2 രാശിക്കൂറുണ്ട്. മകരക്കൂറുണ്ട്, പകുതി കുംഭക്കൂറുമാണ്. അപ്പോൾ മകരക്കൂറുകാർക്ക് ഈ വർഷം വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉള്ളതാണ്. കാരണം 7.5 വർഷം 7ാണ്ട് ശനി ഉണ്ടായിരുന്നു. അത് 2025 മാർച്ചിൽ മാറിക്കിട്ടി. അത് കഴിയുമ്പോൾ നന്നാവുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2026 6-ാം മാസം 2-ാം തീയതി വരെ വേഴൻ 6-ൽ വന്നു. അങ്ങനെ കഴിഞ്ഞ 7.5 1 8.5 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ചെന്ന് പറയാവുന്നുള്ള അല്ലാതെ വലിയ മെച്ചം പിടിച്ച ഒരു ജീവിത നേട്ടം കിട്ടിയെന്ന് വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം 7ാണ്ട് ശനി എന്ന് പറയുന്നത് രാജ്യവും ഭരണവും എല്ലാം നഷ്ടപ്പെട്ട് രാമലക്ഷ്മണന്മാർ പോലും കൊട്ടാര ജീവിതം നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയമാണ്. ഭയങ്കര ദോഷമാണ്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷം വേഴമാറ്റവും ശനിയുടെ സ്ഥിതിയും ഒക്കെ കൊണ്ട് മകരക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. വേഴ 7-ൽ സഞ്ചരിക്കുന്ന സമയമാണ് ഈ കൊല്ലം. അത് 8-ൽ വന്നിട്ട് വീണ്ടും 7-ൽ വരും. 2027 6-ാം മാസം 26-ാം തീയതി വരെ 7-ൽ വരും. 7-ൽ വേഴം നിൽക്കുമ്പോൾ ഗുരു ശുക്ര കേന്ദ്രകൈവ സുരിതാഹസ്തത്ര ആതുരുവാച. ഗുരുവും ശുക്രനും 1 4 7 10 ഈ രാശികളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ എത്ര രോഗിയായിട്ട് കിടക്കുന്ന ആളും സുഖിയായിട്ട് ഭവിക്കും. സുഖിക്കണം എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും ഒക്കെ സ്വന്തമായിട്ട് സന്തോഷമുള്ള ഒരാളെ നല്ല സുഖിയായിട്ട് ജീവിക്കുന്നു പറയാൻ പറ്റും. അതിന് അസുഖം മാറും, കടം മാറും, ശത്രുത മാറും. കാരണം വേറെ 7 നിൽക്കുമ്പോൾ സൗമ്യ സപ്തമകെ വിവാഹ ഘടനയാണ്. വിവാഹ സൗഖ്യവും കുടുംബ സൗഖ്യവും ഒക്കെ കിട്ടും. അതുകൊണ്ട് വിവാഹം നടക്കാതെ ഇരിക്കുന്നവർക്ക് ചെറിയ ഒരു പരിശ്രമം നടത്തിയ വിവാഹം നടക്കും. നടന്ന ബന്ധങ്ങളും വേണം വേണ്ട എന്നൊക്കെ വിചാരിക്കുന്ന സമയമായിരുന്നു കഴിഞ്ഞ കാലം. അപ്പം കലഹിച്ചിരിക്കുന്നവരെല്ലാം സ്നേഹിച്ച് യോജിച്ച് സന്തോഷിച്ച് വരാൻ യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് കുടുംബ കോടതി വനിതാ കമ്മീഷനൊക്കെ ഉപേക്ഷിച്ചിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സ്നേഹവും ഇഷ്ടവും കാണിച്ചാൽ ജീവിതം ശരിയായിട്ട് വരും. അതേപോലെ വിവാഹം മറ്റുള്ളവരുടെ വിവാഹം നടത്താനും നടത്തിക്കാനുമുള്ള യോഗമുണ്ട്. ബന്ധുക്കളുടെയൊക്കെ കല്യാണമൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ നിമിത്തം നടത്തും. വിദേശയാനം, വിദേശത്ത് പോകാനും വിദേശ നേട്ടങ്ങൾ കിട്ടാനും ജോലി കിട്ടാനും പഠിക്കാൻ പോകുന്നവർക്ക് നല്ല മാർക്ക്, പ്രോഫിറ്റ്, കമ്മീഷൻ, ജോലി, അധികാരം ഒക്കെ കിട്ടാനും അവരുടെ കഴിവുകൾ വളരെ മികവുറ്റതാക്കി നല്ലതായിട്ട് ശോഭിക്കാനും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടേതായ നേട്ടങ്ങൾ, അവരുടെ കഴിവ് കൊണ്ട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. ഏത് പരീക്ഷയ്ക്ക്, ഇൻ്റർവ്യൂവിന്, ടെസ്റ്റിന് പോയാലും വിജയിക്കും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ജോലി, പൈസ, അധികാരം, ബന്ധങ്ങളൊക്കെ നമുക്ക് കിട്ടും. അധികം ചെയ്യാൽ ഫലം, അധികമായ നേട്ടങ്ങളും അധികമായ ഭാഗ്യങ്ങളും ഒക്കെ നമുക്ക് മകരക്കൂറുകാർക്ക് കിട്ടും. വേഴ ഉച്ചത്തിലാണ് വരുന്നത്. അപ്പം കേസരി യോഗമെന്നും വംശയോഗം എന്നൊക്കെ പറയുന്ന ഒരു യോഗം നമ്മൾ ജനിച്ച കൂറുമായിട്ട് ബന്ധപ്പെട്ട് വരും. അപ്പോൾ ഗജകേസരി ആ യോഗയെ ദീർഘായു ധനവാൻ ചെയ്യും. ദീർഘായുസും ധനവും ജയവും ഒക്കെ കിട്ടുമെന്നാണ് 7-ൽ വേഴം വരുന്ന സമയം. പിന്നെ ശുംഗസ്ഥിതേ തനുപദോ സദനസ വീരാൻ ജയതാൻ ദിഷാൻ കലു ഭവേൽ പ്രഥമാനത്തെ. സാധാരണ നിറയെ പൈസ കിട്ടും, സവീര ഉത്സാഹം, വീരത്വമൊക്കെ കിട്ടും. ജേതാവെന്ന് വെച്ചാൽ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പ്രവൃത്തിക്കും പോയാലും അതൊക്കെ വിജയിക്കും. അഭിമാനവും തേജസ്സും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും. വിദേശത്ത് ജോലിക്കാ പഠിക്കാനാ ഒക്കെ പോണവർക്ക് നല്ല അവസരങ്ങൾ കിട്ടും. അതേപോലെ ഗ്രീൻ കാർഡ്, സിറ്റിസൺഷിപ്പ്, അതേപോലെ PR, പല രാജ്യത്ത് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകുന്ന വെച്ചാൽ ലക്ഷ്യമുണ്ട്, കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ ജോലി കിട്ടിയാലും കളയരുത്. കിട്ടുന്ന ജോലിയിൽ അള്ളിപ്പിടിച്ചിരിക്കണം. അത് ഇരുന്നുകൊണ്ട് നമ്മളെ മിടുക്കും കഴിവും അറിവും കണ്ടുകൊണ്ടായിരിക്കും നമുക്ക് വീണ്ടും വീണ്ടും നല്ല സാലറിയും നല്ല പൊസിഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ചെറിയ ജോലിയല്ലേ, അത് വേണ്ടാന്ന് വിചാരിച്ച് കളയരുത്. കിട്ടുന്നത് നമ്മൾ ചാടി വീണ് ഒപ്പിച്ചോളാം. നല്ലതായിട്ടുള്ള അവസരങ്ങൾ നമ്മളെ തേടിയെത്തുന്ന സമയം. പിന്നെ വ്യാപാരം, വ്യവസായം എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവർക്ക്
നല്ല ഉയർച്ചയും നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കിട്ടുന്ന സമയമാണ്. മകരക്കൂറുകാർ എന്തായാലും പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥയാണ്. കുംഭക്കൂറുകാർക്ക് വേഴൻ എന്ന് പറയുന്ന സമയം വേഴൻ 6-ലാണ് വരുന്നത്. അത് ഇത്തിരി ദോഷമാണ് 6 നിൽക്കുമ്പോൾ. ഈശ്വരാനുകൂല്യം കുറഞ്ഞ സമയമാണെന്ന് പറയും. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കർണനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. നമ്മളെ വീട്ടിൽ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ ഫാനും മിക്സിയും ഗ്രൈൻഡറും ഫ്രിഡ്ജും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ പെട്ടെന്ന് അങ്ങ് പവർ കട്ട് വന്ന് നിന്ന് പോയതുപോലെ നിങ്ങളുടെ എല്ലാ പരിപാടിയും അങ്ങ് നിന്ന് പോകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരാനുകൂല്യം കുറയുമ്പോഴാണ് ദുരിതങ്ങൾ കൂടുന്നത്. കാരണം വേഴ 6 നിൽക്കുമ്പോൾ ഋണാർത്ഥ ചോര, ക്ഷത, രോഗ, ശത്രു, ജ്ഞാത്യാജ, ദുഷ്കീർത്തിരഭിജ്ഞ, അങ്ങനെ ഋണബാധ്യതകൾ കൂടി കൂടി വരും. ചോരം കള്ളന്മാരും നിമിത്തം നമുക്ക് പൈസകളൊക്കെ നഷ്ടം. ക്ഷത, രോഗ, ശത്രു. ക്ഷതം മറിഞ്ഞു വീണ് കൈകാലി ഓടിയണേനെ ക്ഷതം എന്ന് പറയും. ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്ക് വേറെ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിലും സ്കാനിങ്ങിൽ ചെറിയ കുരുവ പരുവ മുഴയൊക്കെ കണ്ട ഉടനെ തന്നെ നമുക്ക് ബയോപ്സി ചെയ്യണമെന്ന് തോന്നി ക്യാൻസറാണ് മഹാരോഗം എന്നൊക്കെ പറഞ്ഞു അപ്പോഴേ പകുതി ഉയരങ്ങ് പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ മരുന്ന് വേണ്ടേ, ചികിത്സ വേണ്ടേ? വേണം. എങ്കിലും വലിയ രോഗമൊന്നും വരൂലെന്നാണ് ജ്യോത്സ്യന്മാരുടെ ഭാഷ. സൗമേജ ശത്രുക്ഷയോ ദോഷാണ അഭാവ എന്നാണ് ഈ 6 വേഴ സഞ്ചരിക്കുമ്പോൾ. ശത്രുക്കളുണ്ട്, പക്ഷെ എങ്കിലും നിങ്ങളൊന്ന് ക്ഷമിച്ചാൽ തീരാന്നുള്ള ശത്രുതയെ കാണും. അതിന് വലിയ കേസും വഴക്കും അടിയക്രമമായിട്ട് പോകണോ? വേണ്ട. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളോട് ആരും ക്ഷമിക്കൂല. അപ്പൊ നിങ്ങളാണ് ആദ്യം ക്ഷമിക്കാൻ പഠിക്കേണ്ടത്. എന്നാലേ നിങ്ങളോട് ആളുകൾ ക്ഷമ കാണിക്കൂ. അങ്ങനെ സൗമ്യേജ ശത്രുക്ഷയോ, ശത്രുക്കൾ ക്ഷയിക്കും എന്ന് വെച്ചാൽ അവരുടെ വിരോധം അങ്ങ് മാറും. ഒന്ന് ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പിന്നെ നിങ്ങൾ അടിക്കാൻ വരും, കൊല്ലാൻ വരും, കുഴപ്പം വരും. ശത്രുക്ഷയോ ദോഷാണ അഭാവ, ദോഷങ്ങൾക്ക് അഭാവം ഉണ്ടാകും എന്ന് വെച്ചാൽ കുറവുണ്ടാകും. ദോഷങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. ഈ ചെറിയ ദോഷങ്ങൾക്കാണ് വലിയ കാര്യങ്ങൾ ചെയ്ത് വലിയ കേസിനും വലിയ ഹോസ്പിറ്റൽ ചെലവിനും ഒക്കെ നമ്മൾ ചെന്ന് ചാടി കൊടുക്കണം. ക്ഷത, രോഗ. ക്ഷതം 2 വിധത്തിലുള്ള ക്ഷതമുണ്ട്. വീണ് കൈകാലിയൊക്കെ ഓടിയണത്, റോട്ടിൽ നിൽക്കുമ്പോൾ വണ്ടി ഇടിക്കുന്നത്, അപകടങ്ങൾ പറ്റുന്നതൊക്കെയാണ് ഒരു ക്ഷതം. അത് നമുക്ക് പ്രതീക്ഷിക്കാതെ പറ്റിപ്പോകാം. മറ്റേ ക്ഷതം എന്ന് വെച്ചാൽ ആശുപത്രിയിൽ പോയാൽ നമുക്ക് പല പാർട്സുകളും മാറ്റണമെന്ന് പറഞ്ഞ് സർജറിയൊക്കെ ചെയ്ത് ഒരു സർജറി കഴിഞ്ഞ് ഇനി അടുത്ത സർജറി വേണം, അടുത്ത സർജറി വേണം. ഇങ്ങനെ ഈ ഒരു വർഷം നമ്മൾ മഹാരോഗിയാണെന്ന് തോന്നി നമ്മൾ മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടും എനിക്കൊരു ഗുണവും കിട്ടിയില്ലെന്നും കൊണ്ട് അവസാനം ആശുപത്രിക്കാർക്ക് കൊടുത്ത് അമ്പലത്തിലേക്ക് കൊടുത്ത് പൂജ ചെയ്ത് എല്ലാം ചെയ്തിട്ട് നമുക്ക് ജീവിതം വേണ്ടാന്ന് കൊണ്ട് നിങ്ങൾ മരിക്കുമ്പോൾ പരിഹാരമായ ഇല്ല. അതുകൊണ്ട് മരുന്നും മന്ത്രവും ഒക്കെ ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്കുള്ളതാണ്, ചാവാൻ ആഗ്രഹമുള്ളവർക്കല്ല. അതുകൊണ്ട് നമുക്ക് ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ ഭജിച്ച് മുന്നോട്ട് പോകണം. 6 വേഴം നിൽക്കുമ്പോൾ സന്താനങ്ങൾ പോലും ശത്രുവാകും. മക്കൾക്കൊന്നും അസുഖങ്ങളുണ്ടാവും. പിള്ളേർക്ക് പഠിക്കാൻ പറ്റണില്ല, പഠിപ്പിക്കാൻ പറ്റില്ല, ഒരു കാര്യത്തിനും താല്പര്യമില്ല എന്ന് പറഞ്ഞ തരത്തിൽ ഇങ്ങനെ അലസതയൊക്കെ കാണിക്കും. അതുകൊണ്ട് ഈശ്വരനെ നമ്മൾ ഭജിച്ചാൽ നല്ല ഗുണങ്ങൾ കിട്ടും. വേഴത്തിന് ഭജിക്കേണ്ടുന്നത് മഹാവിഷ്ണുവിനെയാണ്. പിന്നെ 7 ശനി ഉണ്ട്. 2028 മാർച്ചിലെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഇതിൻ്റെ ഇടയിൽ കൂടെ 2-3 മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ശനി മാറ്റത്തെക്കുറിച്ചൊക്കെ പറയുന്ന വീഡിയോയിൽ ഇടാം. ഡിസംബറിൽ ഒരു മാറ്റം ഉണ്ടെന്ന്, വക്രം ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും 2028 ആദ്യ മാസങ്ങളിലെ 7 ശനി തീർന്നു കിട്ടും. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിച്ചേ പറ്റൂ. കാരണം 2 ഗ്രഹങ്ങളാണ് പിഴച്ച് നീക്കുന്നത്. ഒന്ന് 7 ശനി, 2 വേഴ്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങൾ പിഴച്ചിരിക്കുമ്പോൾ എന്താണ്? ദുസ്തകേടവശദാരുജാഗമം സ്വസ്തകേടവശദകശമം വദേ മന്ദനർത്ത ബലിപൂജ ഔഷധേവതാപജനധാതുപോഷണൈ. മന്ത്രം നമ്മളെ മന്ത്രം ജപിക്കണം. നൃത്തം വെച്ചാൽ തുള്ളല് നടത്തണം. തുള്ളലെന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, അമ്പലത്തിൽ കൊടുത്തി ഉത്സവങ്ങൾ നടത്തണം. മന്ത്രനൃത്ത ബലി സർപ്പബലി. അതേപോലെ ഈ സർപ്പബലിയുണ്ട്, പിതൃബലിയുണ്ട്, ആറാട്ടുബലിയുണ്ട്, ഉത്സവ ബലിയുണ്ട്. ഇങ്ങനെ ഒരു ബലിയുണ്ട്. നരബലി മാത്രം ജ്യോത്സ്യന്മാർ നടത്തുന്നതല്ല, അത് രാഷ്ട്രീയക്കാർക്കുള്ളതാണ്, പത്രക്കാർക്കുള്ളതാണ്, മീഡിയക്കാർക്കുള്ളത്. നമ്മൾ ചെയ്യേണ്ട, അത് അവർ ചെയ്തോളൂ. ആര് എത്താലും നരബലി ജ്യോത്സ്യന്റെ മണ്ടേല, മന്ത്രവാദിയുടെ മണ്ടേല, പാർട്ടിക്കാരനായിരുന്നാലും പറയണത് ജ്യോത്സ്യനാണ്, മന്ത്രവാദിയാണ്, അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നമ്മളെ വലിയാക്കാനാണ് ഇവരെയൊക്കെ പരിപാടി.
മന്ത്രനർത്ഥ ബലിപൂജ, പൂജകൾ, നവഗ്രഹ പൂജ, മൃത്യുഞ്ജയ, ഐശ്വര്യ പൂജ, ഇതൊക്കെ ചെയ്യണം. മന്ത്രം നർത്ത ബലിപൂജ, ഔഷധവും കഴിക്കണം. ദേവതാ ഭജന ധാതു ഭൂഷണൈഹി, ദേവന്മാരെ ഭജിക്കണം. അപ്പൊ ഈ വിനകളൊക്കെ മാറും. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പോരെ, നമ്മളിങ്ങനെ ഭഗവാനെ ഭജിച്ചാൽ മതി. ഭഗവാനെ ഭജിച്ചാൽ ഈ രോഗം മാറൂ, ദോഷം മാറൂ എന്നൊക്കെ ചോദിക്കും. മാറും, തീർച്ചയായിട്ടും മാറും. ഈ ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് എത്ര കാലമായി? 30 കൊല്ലത്തിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ സർജറിയാ, സ്കാനിങ്ങാ, ഓപ്പറേഷനാ, റേഡിയേഷനാ എന്തെങ്കിലും ഉണ്ടായിരുന്ന? എന്തുകൊണ്ടില്ലാത്തത്? ഈ സാധനങ്ങളില്ലാത്തതുകൊണ്ട് കൊണ്ടല്ല. നമ്മൾ ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ രോഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകെ പോകും. ഇത്രയേ ഉള്ളൂ. ആശുപത്രിക്കാരെ കുഴപ്പം പറയാൻ പറ്റുമല്ലോ. അവർ നോക്കുമ്പോൾ കാണും, ഉള്ള കാര്യങ്ങൾ അവർ പറയും. അവർ മെഡിക്കൽ സയൻസ് അനുസരിച്ചുള്ള കൃത്യങ്ങൾ ചെയ്യും. നമ്മളാണെങ്കിലും ഡോക്ടറാണെങ്കിലും നമ്മളും അതന്നെ ചെയ്യൂ, പഠിച്ചതേ ചെയ്യൂ. അപ്പം അതുകൊണ്ട് നമുക്ക് മരുന്നും മന്ത്രവും ഒക്കെ വേണം. പിന്നെ നമ്മൾ ഈ പറയുന്ന മൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, പിതൃക്കൾക്ക് ബലി, തിരുഹോമം മുതലായ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ മാറി കിട്ടും. ഈശ്വരനെ ഭജിക്കണം, അത് പരിഹാരങ്ങൾ ചെയ്യണം. പഠിക്കണ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1/2 മാർക്കിന് 1 മാർക്കിനൊക്കെ ക്ലാസ്, റാങ്ക്, ഡിസ്റ്റിങ്ഷൻ, സെലക്ഷൻ ഇതൊക്കെ കിട്ടാൻ തടസ്സം വരും. അഡ്മിഷൻ കിട്ടാൻ തടസ്സം വരും. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച അഡ്മിഷനും സെലക്ഷനും ജോലിയും പൈസയൊക്കെ കിട്ടും. അപ്പോൾ ഭഗവാനെ ഇപ്പോഴേ പിടിച്ചോളണം. അപ്പോൾ നമ്മൾ ഭഗവാനെ ഭജിക്കാൻ കുടുംബക്ഷേത്രത്തിൽ പോകണം. വീട്ടിൻ്റെ അടുത്തുള്ള ഏത് അമ്പലത്തിലും ദൈവങ്ങളുടെ അടുത്തും പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ബുദ്ധിയും ശക്തിയും അറിവും കഴിവും വർദ്ധിക്കും. പിന്നെ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൻ്റെ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തന്നാൽ നോക്കി തരാൻ പറ്റും. ഒരുപാട് മെസ്സേജ് നമുക്ക് വരും കേട്ടോ. ഫീസ് ആരും തരണില്ല, നോക്കി പറഞ്ഞാൽ പോലും ആളുകൾ തരണില്ല. അപ്പോൾ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്, ഫീസ് തരണേ. അപ്പോൾ അതുകൊണ്ട് നോക്കി തടസ്സങ്ങൾ മാറാനുള്ള പരിഹാരം ചെയ്യണം. പിന്നെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം, പൂജ, വഴിപാട് ഇതൊക്കെ നടത്തണം. കുടുംബദേവന്മാർക്ക് മാത്രം കാലഭൈരവനൊന്ന് തൊഴുക. ഈ ഗ്രഹപ്പഴക്ക് ഭയങ്കര ശമനം. കാലനാണ് കാലഭൈരവൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിനകൾ, ദോഷങ്ങൾ, ദുരന്തങ്ങളൊക്കെ മാറും. അങ്ങനെ എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി ഭൈരവ സ്വാമിയോടും ഞങ്ങളുടെ പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.